നമസ്കാരം. രുചിഭേദത്തിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നോയമ്പ് കാലമൊക്കെ കഴിഞ്ഞു, എല്ലാവരും വല്ലതൊക്കെ കടിച്ചു പറിച്ച് കഴിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന കാലമാണെന്നറിയാം. അത് മനസ്സിലാക്കി തന്നെ നമ്മുടെ രാജ്യത്ത് നിന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നല്ല, ചിക്കൻ ഒലത്തിയത്. തനി നാടൻ രീതിയിലുള്ള ഈ വിഭവം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് അജിതോട് ചോദിച്ചതിന് മനസ്സിലാക്കാം. ഓക്കെ അജിത, അപ്പോൾ നോയമ്പൊക്കെ കഴിഞ്ഞ് നമുക്കൊന്നും കൂടെ തുടങ്ങിക്കളയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യം ചിക്കൻ ഉലർത്തുന്ന ആവശ്യമായ ചേർവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 വലിയ സവാള, തേങ്ങ കഷ്ണങ്ങൾ, കരിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, ഗരം മസാല പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ചതച്ച് പൊടിച്ചത്, പെരുംജീരകം, ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ. ഇത്രയേ ഉള്ളൂ ഇതിനാവശ്യമുള്ള ചേർവുകൾ. ഇത് മൂടി വെക്കാം. നന്നായിട്ട് ഇളക്കണ്ടേ? അല്ല, അതിന്ന് വെന്തോളൂ. ഇത് ഒന്ന് ഇളക്കിയിട്ടാൽ മതി അല്ലേ? കുറച്ച് വെള്ളമുണ്ട്, ബാക്കി ഊറിക്കോളൂ അല്ലേ? ഇനി ഇത് എത്ര മിനിറ്റ് വയ്ക്കണ്ടേ? ഇതൊരു 10 മിനിറ്റോളം വെച്ച്. 10 മിനിറ്റോളം. ബാക്കി എന്നിട്ട് ഇതിലിരുന്ന് വഴറ്റി വെന്തോളൂ. അത് ഇനി നമുക്കിത് തേങ്ങാക്കുത്ത് വാർത്തെടുക്കാം. അപ്പോൾ നമ്മൾ പാൻ വെച്ചു. പാനൊന്ന് ചൂടാൻ ശേഷം എണ്ണ ഒഴിച്ചിട്ടല്ലേ? എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചതിന് ശേഷം തേങ്ങ കൊത്തല്ലേ, അതെല്ലാം ആദ്യം വറുത്തെടുക്കണ്ടേ? എത്ര വേണ്ട? ഇത് ഏകദേശം ഒരു 3 സ്പൂൺ എണ്ണ ഒഴിക്കാം. കുറച്ചധികം വേണം അല്ലേ? ടേബിൾ സ്പൂൺ എണ്ണ. ഓക്കെ, 3 ടേബിൾ സ്പൂൺ. അപ്പോൾ കുറച്ചധികം എണ്ണ തന്നെ വേണം. അപ്പോൾ കൊളസ്ട്രോളുകാരൊക്കെ കഴിക്കണ്ടെന്ന് വിചാരിച്ചോളൂ അല്ലേ? എണ്ണ ചൂടായിട്ടല്ലേ? നന്നായിട്ട്. ആദ്യം ഇടേണ്ട തേങ്ങയാണ്. കുറച്ച് കഷ്ണം എല്ലാം കൂടെ ഒരു പകുതി ബൗൾ വരും, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരുന്ന അത്രയും കണക്ക്. ഇത് ഒത്തിരി വേണോ അതോ? അത് മുഴുവൻ ഇടണം. അതെ, ഒരു ചെറിയ തേങ്ങയുടെ അരമുറിയാണിത്. ചെറിയ മുറി അരമുറി തേങ്ങ ഉണ്ട്, കണ്ടാ പറയില്ല. ഓക്കെ, അരമുറി തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട് അല്ലേ? നല്ലതായിട്ട് മൂക്കണമല്ലോ. നന്നായിട്ട് ഫ്രൈ ആവണം. നല്ല ബ്രൗൺ ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ എനിക്ക് നന്നായിട്ട് ചൂടായിട്ടിട്ടില്ലെങ്കിൽ അത്രയും കുടിക്കുമല്ലേ എണ്ണ. അതുകൊണ്ട് നമുക്ക് എണ്ണ ചൂടായിട്ട് ഇടാവുള്ളൂ. ഇവിടെ ഇപ്പോൾ നല്ല പതഞ്ഞ് വരുന്നുണ്ട്.